ഇന്നലെ വരെ പഠിച്ചു തുടങ്ങാത്തവനും എക്സാമിന് ഫുൾ മാർക്ക്. നിങ്ങളുടെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഞെട്ടിക്കണ്ടേ? അതെ ഗൈസ്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് സോളജിയിൽ ഫുൾ മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റും. ഇറ്റ്സ് മീ ഡോക്ടർ ബിലാൽ. വെൽക്കം ടു എഡ്യൂപോർട്ട്. അതെ ഗൈസ്, വീണ്ടും ഒരു ക്രിസ്മസ് എക്സാം സീസൺ കൂടി വന്നിരിക്കുകയാണ്. പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ബാക്കിയുണ്ട്. പഠിച്ചു തീരുമെന്ന് അറിയില്ല, നല്ല മാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് അറിയില്ല, പാസ്സാകുമെന്ന് വരെ സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ കരുതുന്ന, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ? അവർ ഫുൾ ടൈം കളിച്ചൊക്കെ നടക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ എക്സാം എടുക്കുമ്പോൾ അവർ ഇരുന്ന് പഠിച്ച എക്സാമിന് ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് നമ്മളൊക്കെ ഞെട്ടിക്കാറുണ്ട്. എങ്ങനെയായി ചില ആളുകൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്നത്? ദ ഐഡിയ ഈസ് വെരി സിമ്പിൾ. എനിക്ക് ഈ ഐഡിയ എൻ്റെ +2 നിന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുന്നത് MBBS പഠിക്കുന്ന കാലത്താണ്. ബിക്കോസ് MBBSന് നമുക്ക് വലിയ കട്ടിയുള്ള പുസ്തകങ്ങളായിരിക്കും പഠിക്കാനുണ്ടാവുക. ആ പുസ്തകങ്ങൾ മൊത്തം പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്താണ് എങ്ങനെ കുറച്ച് പഠിച്ച് ഒരുപാട് മാർക്ക് വാങ്ങാം എന്നൊരു ഐഡിയ നമ്മൾ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ്, നോക്കൂ, ഓരോ ചാപ്റ്ററിലും കൃത്യമായിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ടാവും, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ആ ടോപ്പിക്സ് മനസ്സിലാക്കുക. ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിന് ചോദ്യങ്ങൾ വരുമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുമാത്രമല്ല, ഓരോ ചാപ്റ്ററിലും മോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജെനറ്റിക്സ് ടു മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ DNA ഫിംഗർ പ്രിൻറ്റിങ് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച ഒരു പോർഷനാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇത്തരത്തിലുള്ള ചില പോർഷനുകൾ ഉണ്ടാകും. ഈ പോർഷനുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രം പഠിച്ചാൽ തന്നെ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആൻഡ് ഗൈസ്, ഇൻ ദിസ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം, ഏതൊക്കെ പോർഷൻസ് ആണ്, ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സ്. അപ്പോൾ മക്കളെ, ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് തന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും, നമ്മളെപ്പോഴും ക്രിസ്മസ് എക്സാമിന് സാധാരണ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ച ഭാഗങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പിൾസ് വരെയുള്ള ഭാഗം ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റ് പോർഷൻസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത്, കൂടുതൽ മാർക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. നോക്കൂ, 2017 തൊട്ട് കഴിഞ്ഞ വർഷം വരെയുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിന് ചോദ്യം വന്നു എന്ന ഒരു ഡാറ്റയാണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം എത്ര മാർക്കിന് ചോദ്യം വരും, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ആകെ തുക പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു അനാലിസിസ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. ഓക്കെ, അപ്പോൾ നോക്ക്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ 2 മാർക്ക് മുതൽ 10 മാർക്കിന് വരെ ചോദ്യം ചോദിച്ച വർഷമുണ്ട്. അപ്പോൾ ആവറേജ് എന്തായാലും നിങ്ങളൊരു ആവറേജ് നോക്കിയാൽ കാണാം, ഒരു 6 to 7 മാർക്ക് മിനിമം നിങ്ങൾക്ക് ഇവിടുന്ന് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് എവല്യൂഷൻ നോക്ക്, 5 മാർക്ക് മുതൽ 11 മാർക്ക് വരെ ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു ആവറേജ് 8 മാർക്ക് നമ്മൾ അവിടുന്ന് 8-9 മാർക്ക് പ്രതീക്ഷിക്കാം. മോളിക്കുലർ ബേസ് നോക്ക്, 9 മുതൽ 14 മാർക്കിന് വരെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കാണാൻ പറ്റും. ദാറ്റ് ഈസ് ക്രിസ്മസ് എക്സാമിന് ശേഷം, ഓണപ്പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ആൻഡ് ലുക്ക്, ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ 2 മാർക്ക് 2018 3 മാർക്ക്, 2023 4 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ 2022 10 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ചില വർഷങ്ങളിൽ ചിലപ്പോൾ ഇത്തരത്തിൽ ഒരു ഹൈ മാർക്കിനൊക്കെ ചോദ്യം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നും ഒന്ന് ലെസ് ഇമ്പോർട്ടൻ്റ് ആണെന്നും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബട്ട് മോർ ഓവർ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിന് മോർ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയുള്ള പോർഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യേണ്ട ഭാഗം. അതായത് ഞാൻ ഓരോ ചാപ്റ്ററിനും എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഞാൻ കണ്ടോ ചില യെല്ലോ കളേർഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് കൊടുത്ത് കണ്ടോ. അതായത് ഏതൊരു ചാപ്റ്ററിലും ഇങ്ങനെ എക്സാമിനേഴ്സ് ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ ഈ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ തവണ. ഓക്കെ, എപ്പോഴും 3 to 5 മാർക്ക് വരെ ചോദ്യം വന്നിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത്തരത്തിലുള്ള ചില ടോപ്പിക്സ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒട്ടും സമയമില്ല, നിങ്ങളെന്തോ ബുദ്ധിമുട്ടിലൊക്കെ പെട്ടെന്ന് പരീക്ഷയ്ക്ക് ഒരു സിംഗിൾ ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു 5 hour 3 hour കൊണ്ട് ടോപ്പിക്ക് പഠിച്ചു തീർക്കണം, ചാപ്റ്റർ പഠിച്ചു തീർക്കണം. അത്ര സമയം നിങ്ങളുടെ മുന്നിലുള്ളൂ എങ്കിൽ
ഒരു 2 ഹവറേ ബാക്കിയുള്ളൂ എങ്കിലും ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എന്ത് പഠിക്കണം, അതാണ് ഈ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ കൂടെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ മറ്റോ വെക്കുക. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഈ ടോപ്പിക്സ് മാത്രം പഠിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് തന്നെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കേട്ടോ മൊത്തം കൊടുത്തിട്ടുള്ളത്. അതിലെ ഹോട്ട് ടോപ്പിക്കാണ് യെല്ലോ കളറിൽ കിടക്കേണ്ടത്. ഓക്കെ, സോ ലുക്ക്, മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? DNA സ്ട്രക്ചർ നമ്മളോട് ചോദിക്കാറുണ്ട്. കാരണം DNA മൊത്തത്തിലുള്ള സ്ട്രക്ചർ, അതിലെ ബോണ്ടുകൾ, NCERT ഒരു ഡയഗ്രം ഉണ്ട്. DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, അതിനകത്ത് ബോണ്ടുകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഡയഗ്രം ഉണ്ട്. ആ ബോണ്ടുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള, അപ്പോൾ ആ ബോണ്ടുകളുടെ പേര് ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ടാണ് നൈട്രജൻ ബേസുകൾക്കിടയിലുള്ളത്. അതുപോലെ തന്നെ 2 ന്യൂക്ലിയോടൈഡിനിടയിൽ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. ഒരു ന്യൂക്ലിയോടൈഡിലെ തന്നെ ഫോസ്ഫേറ്റിൻ്റെയും പെൻഡോസ് ഷുഗറിൻ്റെയും ഇടയിൽ ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. നൈട്രജൻ ബേസിൻ്റെയും പെൻഡോസ് ഷുഗറിൻ്റെയും ഇടയിൽ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. അപ്പോൾ ബോണ്ടുകളുടെ പേര് അത് അതേപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്. ആൻഡ് വളരെ റെയർലി ചർഗാഫ് റൂൾ എന്താണെന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, 1 മാർക്ക് ചോദ്യമായിട്ട്. പക്ഷേ ഈ ബോണ്ടുകൾ 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നൈട്രജൻ ബേസുകളുടെ ക്ലാസിഫിക്കേഷൻ 2 ഗ്രൂപ്പാണ്, പ്യൂരിനും പിരിമിഡിനും. അത് ഏതൊക്കെയാണ് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ പോർഷനാണ് DNA പാക്കേജിങ്. ഇത് മസ്റ്റായിട്ട് കംപ്ലീറ്റ് പഠിക്കണം. ഇതിനകത്ത് ന്യൂക്ലിയോസോം എന്താണ്, ന്യൂക്ലിയോസോം എന്താണ്, ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ, യൂക്രോമാറ്റിൻ എന്താണ്, ഹെറ്റിറോക്രോമാറ്റിൻ എന്താണ്, ഈ കാര്യം മസ്റ്റാ 2 to 3 മാർക്ക് ഉറപ്പായിട്ട് ചോദിക്കും, സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. അടുത്താണ് സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രജ്ഞർ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇവിടുന്ന് 2 രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ഒന്ന്, എക്സ്പെരിമെൻറ്റിൻ്റെ പേര്, അത് കണ്ടക്ട് ചെയ്ത ശാസ്ത്രജ്ഞരുടെ പേര്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറയുന്ന ആളാണ്. അതുപോലെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ആവറി മാക്ലിയോഡ് മെക്കാർട്ടി, ഈ ശാസ്ത്രജ്ഞരാണ്. അതായത് ഇവരുടെ പേര്, എക്സ്പെരിമെൻ്റ് ഏത്, ചേരുംപടി ചേർക്കാൻ ചോദിക്കാം. അതിനപ്പുറത്ത് ഒരു എക്സ്പെരിമെൻ്റ് പർട്ടിക്കുലർലി ചോദിക്കാറ് ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റിനെ പറ്റിയാണ്. ഒരു 2 മാർക്ക് to 3 മാർക്കിൽ നമ്മളോട് ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്, പല തവണ ചോദിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് പഠിക്കുക കേട്ടോ, ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്. അടുത്താണ് വൈ DNA ഈസ് ബെസ്റ്റ് ജെനറ്റിക് മെറ്റീരിയൽ. നോക്കൂ, DNAയും RNAയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ DNA ഈസ് ബെസ്റ്റ് ജെനറ്റിക് മെറ്റീരിയൽ വെൻ കമ്പയർഡ് ടു RNA. RNAയുമായി കമ്പയർ ചെയ്യുമ്പോൾ DNA ആണ് ബെസ്റ്റ് മെറ്റീരിയൽ. സോ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദാറ്റ്? എന്താണ് കാരണങ്ങൾ? 2 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. 2 മാർക്ക് ചോദ്യമാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചൊരു പോർഷനാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. വളരെ സിമ്പിളാണ്. DNAയിൽ നിന്ന് RNA ഉണ്ടാവുന്നു, RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു, ദാറ്റ്സ് ഇറ്റ്. അതാണ് സെൻട്രൽ ഡോഗ്മ. അതെന്താ നിങ്ങളോട് എഴുതാൻ പറയും? അതിങ്ങനെ ഒരു ഡയഗ്രാം പോലെ വരച്ച് എഴുതാറുണ്ട് നമ്മൾ. അത് പ്രപ്പോസ് ചെയ്ത ആൾ ആരാന്ന് ചോദിക്കും. ഫ്രാൻസിസ് ക്രിക്കാണ് കേട്ടോ, അത് ചോദിക്കാറുണ്ട് സ്ഥിരം. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ ഡോഗ്മ. മഞ്ഞ കളറിൽ കാണിച്ച് ഇനി ഞാൻ പറയൂല, ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്, യു കാൺ സ്കിപ്പ് ഇറ്റ്. അത് സ്കിപ്പ് ചെയ്ത് സ്കൂളിലേക്ക് എന്നല്ല, സ്കൂളിൻ്റെ പരിസരത്ത് പോലും നിങ്ങൾ പോകരുത്. സ്കൂളിൻ്റെ അടുത്തുള്ള പീടികയിൽ മുട്ടായി വാങ്ങാൻ പോലും പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ഞ പോർഷൻസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്താണ് റെപ്ലിക്കേഷൻ. നോക്കൂ, DNA റെപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് അതിനെ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്? ആ റീസൺ നമ്മളോട് ചോദിക്കും. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് സെമി കൺസർവേറ്റീവ് ആണെന്ന് തെളിയിക്കാൻ എക്സ്പെരിമെൻറ്റ് നടത്തിയ 2 ആളുകളാണ് മെസൽസണും സ്റ്റോളും. അവരുടെ ആ എക്സ്പെരിമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മളോട് ഇതേപോലെ ആ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ യു ഷുഡ് ലേൺ ദാറ്റ്. അത് പഠിക്കാതെ സ്കൂളിൻ്റെ പരിസരത്ത് പോകണ്ട. ഓക്കെ, ദെൻ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഡയഗ്രാം മസ്റ്റായിട്ട് ആ ഡയഗ്രത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അത് അവർ തെറ്റിച്ച് തരും, എന്നിട്ട് നിങ്ങളോട് കറക്റ്റ് ചെയ്ത് വരക്കാൻ പറയും. റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇനി അടുത്താണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ട്രാൻസ്ക്രിപ്ഷനിൽ 3 സ്റ്റെപ്പ് ഉണ്ട്: ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ആ സ്റ്റെപ്പുകൾ എന്താണ് എന്ന് ചോദിക്കും. പ്ലസ് ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന ഒരൊറ്റ എൻസൈമേ ഉള്ളൂ, ആ എൻസൈമിൻ്റെ പേര് നമ്മളോട് ചോദിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ വൈ both strands can't act as template for transcription. What is transcription? RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. നോക്കൂ, നമ്മുടെ DNAക്ക് 2 സ്ട്രാൻഡുകളില്ലേ? നമ്മുടെ DNA 2 സ്ട്രാൻഡുകൾ ഉണ്ടല്ലോ. ഈ DNAയിലെ ഒരു സ്ട്രാൻഡിനെ ബേസ് ചെയ്ത് മാത്രമേ RNA ഉണ്ടാവുള്ളൂ. 2 സ്ട്രാൻഡിനെയും ബേസ് ചെയ്ത് RNA ഉണ്ടാകില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് 2 സ്ട്രാൻഡിനെയും ബേസ് ചെയ്ത് RNA ഉണ്ടാവാത്തത്? അതാണ് ഈ ചോദ്യത്തിൻ്റെ മീനിങ്. ഓക്കെ, ഇതും ചോദിക്കാറുണ്ട്, ബട്ട് റെയർ. ഓക്കെ, അത്രത്തോളം ഈ ഒരു മഞ്ഞ കളറിൽ കാണിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ അടുത്തത് ട്രാൻസ്ലേഷൻ. വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ? RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പരിപാടി അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ജെനറ്റിക് കോഡ് സ്ഥിരം ചോദ്യം ചോദിക്കുന്ന പോർഷനാണ് ജെനറ്റിക് കോഡ്. ആരൊക്കെയാണ് സ്റ്റോപ്പ് കോഡോൺ, ആരൊക്കെയാണ് സ്റ്റാർട്ട് കോഡോൺ? മസ്റ്റായിട്ട് പഠിക്കണം, സ്റ്റോപ്പ് കോഡോണും സ്റ്റാർട്ട് കോഡോണും. ആൻഡ് വൈ ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ? എന്തുകൊണ്ടാണ് ജെനറ്റിക് കോഡിനെ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്? അതുപോലെ ഏതെങ്കിലും സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ്. ജെനറ്റിക് കോഡിൻ്റെ ഒരു 3 സാലിയൻ്റ് ഫീച്ചേഴ്സ് എങ്കിലും 3 എണ്ണമെങ്കിലും നിങ്ങൾ പഠിക്കണം. അതാണ് ഈ ഒരു 2 to 3 മാർക്കിൽ ചോദ്യം വരിക. അതുപോലെ തന്നെ ജെനറ്റിക് കോഡ് കണ്ടെത്താൻ
കണ്ടെത്താൻ നമ്മളെ സഹായിച്ച 3 ശാസ്ത്രജ്ഞരുണ്ട്. അവരുടെ പേര്, അവരുടെ കോൺട്രിബ്യൂഷൻ, അവരെന്താണ് ചെയ്തു തന്നത്, അത് ചേരുംപടി ചേർക്കാൻ നമ്മളോട് ചോദിക്കും. ആൻഡ് സ്റ്റെപ്പ് ഇൻ ട്രാൻസ്ലേഷനിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ട്രാൻസ്ക്രിപ്ഷനിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പുകൾ അതുപോലെ ചോദിക്കും. പിന്നെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂട്ടേഷൻ ഏതൊക്കെ രീതിയിലുള്ള, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസ്, 3 തരം മ്യൂട്ടേഷൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളോട് ചോദിക്കും. ഓക്കെ, ബട്ട് റയർ. ഓക്കെ, മ്യൂട്ടേഷൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ 3 ടൈംസ് മാത്രം ചോദ്യം ചോദിച്ചൊരു പോർഷനാണ്. അടുത്താണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ, അതിൻ്റെ ലെവലുകൾ ഏതൊക്കെയാണ്? 4 ലെവലുണ്ട്. ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്ലേഷണൽ ലെവൽ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലെവൽ, ഇങ്ങനെ 4 ലെവലുകളുണ്ട്. അത് നമ്മളോട് ചോദിക്കാറുണ്ട്. ലാക്കോപ്പറോൺ കോൺസെപ്റ്റ് ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചൊരു പോർഷനാണ്. ലാക്കോപ്പറോൺ മസ്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഒരു വലിയ പോർഷനാണ്. ശരിക്കും 2-3 പേജ് NCERT പറഞ്ഞ ഒരു ഹ്യൂജ് ടോപ്പിക്കാണ് നമുക്ക് പറയാം. പക്ഷേ അവിടുന്ന് സാധാരണ ചോദിക്കുക എന്താ വെച്ചാൽ ഷോർട്ട് ഫോമുകളാണ് ചോദിക്കുക. അതായത് എന്താണ് SNP, എന്താണ് BAC, എന്താണ് YAC, അതുപോലെ തന്നെ എന്താണ് EST, എന്താണ് PCR, എന്താണ് VNTR, ഇതൊക്കെയാണ് നമ്മളോട് സാധാരണ ചോദിക്കാറ്. പിന്നെ വൈ ഇറ്റ് ഈസ് എ മെഗാ പ്രൊജക്റ്റ്, എന്തുകൊണ്ടാണ് ഇത് മെഗാ പ്രൊജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഷോർട്ട് ഫോംസ് മൊത്തം പഠിക്കണം. ഇറ്റ്സ് മാൻഡറ്ററി, മസ്റ്റായിട്ട് ഷോർട്ട് ഫോം മൊത്തം പഠിക്കണം. ആൻഡ് വൈ ഇറ്റ് ഈസ് മെഗാ പ്രൊജക്റ്റ് എന്നുള്ള ഒരു 2 മാർക്കായിട്ട് ചോദിക്കാം. ഷോർട്ട് ഫോംസ് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാം തന്നിട്ട് മൊത്തം എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് SNP, BAC, YAC ഇങ്ങനെ ഒരു 5-6 തരും. എന്നിട്ട് എക്സ്പാൻഡ് ഫോളോയിങ് ടേംസ് എന്ന് പറയും. അടുത്ത DNA ഫിംഗർ പ്രിൻറ്റിങ് ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച പോർഷൻ. സോ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് പഠിക്കണം. സ്റ്റെപ്സ് പഠിക്കണം. ആരാണത് കണ്ടെത്തിയത്? ഓക്കെ, ഹൂ ഇൻവെൻറ്റഡ് എന്ന് ചോദിക്കും. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ, ഇതിൻ്റെ യൂസുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ക്ലിയർ അല്ലേ? പിന്നെ NCERT ഒരു ഡയഗ്രാം ഉണ്ട്. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNAയുടെ ഫിംഗർ പ്രിൻറ്റ്, AB എന്ന് നമ്മൾ സംശയിക്കുന്ന 2 ആളുടെ ഫിംഗർ പ്രിൻറ്റ് തരും. എന്നിട്ട് ഇതിൽ ആരാണ് കുറ്റവാളി എന്ന് ചോദിക്കും. അതൊരു 1 മാർക്ക് ചോദ്യമായിട്ട് അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ചാപ്റ്റർ ആയിട്ടുള്ള, നമുക്കറിയാം, നമുക്ക് മോളിക്കുലർ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 മാർക്കോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ള പോർഷനാണ്. സോ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ, യെല്ലോ കളർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 70-80% മുകളിൽ മാർക്ക് ബാഗ് ചെയ്യാൻ പറ്റും. 80-85 ഭാഗ്യമുണ്ടെങ്കിൽ ഫുൾ മാർക്ക് തന്നെ ഈ ഒരു യെല്ലോ പോർഷൻ ആയിരിക്കും വരിക. ഓക്കെ, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കാറ്. ഐ ഹോപ്പ് ഇത്തവണയും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാഗ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് എവല്യൂഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചാപ്റ്ററാണ്. ഇതിനകത്ത് നമുക്ക് ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത് തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ചുള്ള തിയറികളാണ് അല്ലേ. അപ്പോൾ ആ തിയറികൾ മൊത്തം ചോദിക്കാറില്ല, സാധാരണ ചേരുംപടി ചേർക്കാനാണ് ചോദിക്കുക. മാച്ച് ദ ഫോളോയിങ്, ആ തിയറീസ്, അത് പറഞ്ഞ ആളുകളുടെ പേര്, അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമ്മളോട് ചോദിക്കും. ക്ലിയർ അല്ലേ? അതിൽപ്പെട്ട ഒരു തിയറിയാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി. ആ തിയറി പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് മാച്ച് ദ ഫോളോയിങ്ങിൽ പഠിക്കണം. പ്ലസ് അത് എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ചൊരു ശാസ്ത്രജ്ഞനുണ്ട്, സ്റ്റാൻലി മില്ലർ. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഏത് ഗ്യാസാണ് ഉപയോഗിച്ചതെന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഏതൊക്കെ വാതകങ്ങളാണ്, ഗ്യാസുകളാണ് ഉപയോഗിച്ചതെന്ന്. പിന്നെ ഭൂമി ഉണ്ടായത് എങ്ങനെ, ലോകം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിക്കും. ബിഗ് ബാങ് എന്ന് പറയുന്ന വിസ്ഫോടനത്തിലൂടെയാണ്. ആ തിയറിയുടെ പേരാണ് ബിഗ് ബാങ് തിയറി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആദ്യ ഭാഗത്ത് നമ്മളോട് ചോദിക്കുക. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ഒരുപാട് തിയറി ഉണ്ട്. അത് പ്രപ്പോസ് ചെയ്ത ശാസ്ത്രജ്ഞരുണ്ട്, അവരുടെ പേര് അത് രണ്ടും ചേരുംപടി ചേർക്കാൻ ചോദിക്കുമെന്ന് പറഞ്ഞു അല്ലേ, മാച്ച് ദ ഫോളോയിങ്. അതുപോലെ തന്നെ ലോകത്തെ എവല്യൂഷൻ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചും കുറേ തിയറി ഉണ്ട്. ഇപ്പോൾ നാച്ചുറൽ സെലക്ഷൻ തിയറി അത് പ്രപ്പോസ് ചെയ്തത് ഡാർവിനാണ്. അതുപോലെ നമ്മുടെ മ്യൂട്ടേഷൻ തിയറി അത് പ്രപ്പോസ് ചെയ്ത് ഹ്യൂഗോ ഡിവ്രീസ് ആണ്. യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി പ്രപ്പോസ് ചെയ്ത് ലാമാർക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഹാർഡി വെയിൻബർഗ് തിയറി അല്ലെങ്കിൽ ജെനറ്റിക് ഇക്വിലിബ്രിയം തിയറി പ്രപ്പോസ് ചെയ്ത് ഹാർഡിയും വെയിൻബർഗും ആണ്. സോ ദ തിങ് ഈസ്, ഇതും ചേരുംപടി ചേർക്കാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട, സ്ഥിരമായി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എവല്യൂഷൻ നടന്നു എന്നതിനുള്ള ചില തെളിവുകൾ. ലോകത്ത് എവല്യൂഷൻ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ചില തെളിവുകൾ. അതുമായി ബന്ധപ്പെട്ട് 7 തെളിവ് NCERT ഉണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന 3 തെളിവാണുള്ളത്, 3 പോർഷൻസ് ആണുള്ളത്. ഒന്ന് ഇൻഡസ്ട്രിയൽ മെലാനിസം, അത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറില്ല, സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിയൽ മെലാനിസം എന്താണ്, എവിടെയാണ് സംഭവിച്ചത്, ഈ കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 ലൈൻസ് മാത്രമേ പഠിക്കാനുള്ളൂ, അത് അതേപോലെ പഠിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച പോർഷനാണ് ഹോമോലോഗസ് ഓർഗാൻസും അനലോഗസ് ഓർഗാൻസും കേട്ടോ. ഇതൊരു 2 മാർക്ക് to 3 മാർക്ക്, അത് കംപ്ലീറ്റ്, അത്
എവറിത്തിങ് ഗിവൺ ഇൻ NCERT മുഴുവൻ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അധ്യാപകർ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സാണ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ വാട്ട് എവർ ഐ ടോട്ട്, ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പഠിക്കണം. ഓക്കെ, റൈറ്റ്. ഹോമോലോഗസ് ആൻഡ് അനലോഗസ് സ്ട്രക്ചേഴ്സ് വിത്ത് കംപ്ലീറ്റ് എക്സാമ്പിൾ, ഇത് മൊത്തം എക്സാമ്പിൾ വേണം. ദെൻ അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പലപ്പോഴും പഠിക്കാൻ മറന്നു പോകുന്ന കാര്യം. ഡെഫിനിഷൻ തന്നെ 2 മാർക്കിന് ചോദിക്കാറുണ്ട് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, പിന്നെ തിയറീസ് ഓൺ എവല്യൂഷനെ കുറിച്ചുള്ള തിയറി ഞാൻ പറഞ്ഞു. 4 തിയറി അത് പ്രപ്പോസ് ചെയ്ത ആളുകളുടെ പേര് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചു കണ്ടിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ ഡാർവിൻ്റെ തിയറി എന്താണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡാർവിൻ പറയുന്നുണ്ട് എങ്ങനെ എവല്യൂഷൻ നടക്കുന്നത്. ആ തിയറി അതേപോലെ നമ്മളോട് പഠിക്കാൻ പറയാറ്, ചോദ്യമായിട്ട് വരാറുണ്ട്. നോക്കൂ, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ് ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച ഒരു പോർഷനിൽപ്പെട്ട ഒന്നാണ് ഹാർഡി വെയിൻബർഗ് തിയറി ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. ഇത് പഠിക്കാതെ സ്കൂളിൻ്റെ പരിസരത്ത് പോലും പോകണ്ട. ഓക്കെ, സോ ഈ ഹാർഡി വെയിൻബർഗ് തിയറിയുടെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു കാര്യമാണ് നാച്ചുറൽ സെലക്ഷൻ. നമ്മളോട് ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ പല രീതിയിൽ നടക്കും. സോ അതിൻ്റെ ടൈപ്സ് നമ്മളോട് എന്തായാലും ചോദിക്കും കേട്ടോ. ആ ടൈപ്സ് പഠിക്കണം. NCERTയിൽ ചില ഗ്രാഫുകളുണ്ട്, ആ ഗ്രാഫ് തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അത് അതേപോലെ പഠിക്കുക. അവസാനത്താണ് ഹ്യൂമൻ എവല്യൂഷൻ്റെ സ്റ്റെപ്പുകൾ. നമ്മുടെ പൂർവ്വപിതാവ് ഡ്രയോപിത്തേക്കസ് മുതൽ നമ്മൾ ഇന്നെത്തി നിൽക്കുന്ന ഹോമോ സാപ്പിയൻസ് വരെയുള്ള ഡ്രയോപിത്തേക്കസ്, റാമാപിത്തേക്കസ്, ഓസ്ട്രോലോപിത്തേക്കസ്, ഹോമോ ഹബിലിസ്, ആ ഒരു സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉള്ള കാര്യം. ആ ഒരു സ്റ്റെപ്പ് ഏറ്റവും മിനിമം, ആ സീക്വൻസ്, ആദ്യത്തെ ആൾ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ, ആ ഒരു സീക്വൻസ് മാത്രം പഠിക്കുക. റൈറ്റ്, ക്ലിയർ ആണല്ലോ. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. വലിയൊരു ചാപ്റ്ററാണ്. സ്റ്റിൽ നമ്മൾ വെയിറ്റേജ് വൈസ് നോക്കുമ്പോൾ ഭയങ്കര ഒരു വെയിറ്റേജ് എന്ന് ഞാൻ പറയത്തില്ല. നോക്കൂ, ഒരു 10 മാർക്ക് വരെ ഇറ്റ്സ് അത്യാവശ്യം വലിയ വെയിറ്റേജ് തന്നെയാണല്ലേ. ഓക്കെ, സോ ലുക്ക്, അതിനകത്ത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഡിസീസുകൾ, കോമൺ ഡിസീസസ് ഇൻ ഹ്യൂമൻസ്. നോക്കൂ, നിങ്ങൾ ആ ഡിസീസ് പഠിക്കുമ്പോഴേ NCERTയിൽ ഒരുപാട് കാര്യം തന്നിട്ടുണ്ട്, അത് മൊത്തം നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങളെല്ലാ ഡിസീസും ഉണ്ടാക്കുന്ന രോഗാണുവിൻ്റെ പേര്. ആ രോഗാണു ഒരു ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ഒരു ഹെൽമിന്ത് അതായത് വിരയാണോ, ഒരു പ്രോട്ടോസോവയാണോ, ആ കാര്യം നിങ്ങൾ അറിയണം. ആ രോഗത്തിൻ്റെ ഒരു 2 സിംറ്റം, എല്ലാ രോഗത്തിൻ്റെ ഒരു 2 സിംറ്റം പഠിക്കുക അതിനാണ്ട് ബുദ്ധിമുട്ടുണ്ടോ? നോ, ഇറ്റ്സ് സോ ഈസി മാൻ. ഓക്കെ, 2 സിംറ്റം മാത്രം പഠിക്കുക. ആ രോഗം എങ്ങനെയാണ് പകരുക എന്നുള്ളത് പഠിക്കുക. എങ്ങനെയാണ് പകരുക എന്ന് പഠിച്ചാൽ ആ രോഗം പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കൊതുക് പരത്തുന്ന രോഗം, അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, രോഗം പകരുന്ന എങ്ങനെ നിങ്ങൾ പഠിച്ചു, കൊതുകാണ് പരത്തുന്നത്. സോ ഹൗ ടു പ്രിവെൻറ്റ് ഇറ്റ്? സോ പ്രിവെൻറ്റ് ഗ്രോത്ത് ഓഫ് മോസ്കിറ്റോസ്, കൊതുക് വളരുന്നത് തടയുക അല്ലേ. പ്രിവെൻറ്റ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുക. റൈറ്റ്, യൂസ് ഓഫ് മൊസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യുക. യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്, മൊസ്കിറ്റോനെ കൊല്ലാൻ വേണ്ടി ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യുക. സോ സിമ്പിൾ. ഇപ്പോൾ ഫുഡിലൂടെ പകരുന്ന രോഗം അത് തടയാൻ, യെസ്, ഓൾവേസ് ഈറ്റ് കുക്ക്ഡ് ഫുഡ്, ഓൾവേസ് ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, തിളപ്പിച്ച് വെള്ളം കുടിക്കുക, കുക്ക് ചെയ്ത ഫുഡ് മാത്രം കഴിക്കുക. സോ തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇപ്പോൾ ടൈഫോയിഡ് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പഠിക്കാനുള്ളൂ, വൈഡാൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പോൾ ആ ഒരു പേര് മാത്രം പഠിക്കുക. ഇനി ഇമ്മ്യൂണിറ്റി, സെക്കൻഡ് പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇമ്മ്യൂണിറ്റി. നോക്കൂ, നമുക്ക് ഇമ്മ്യൂണിറ്റി 2 രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഭയങ്കരമായിട്ടും ചോദിക്കാറില്ല. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് സാധാരണ ആൻറ്റിബോഡി എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ നമ്മുടെ ബോഡിയിലുണ്ട്. ആൻറ്റിബോഡിയുടെ ഘടന NCERTയിൽ അതിൻ്റെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. ആ ഡയഗ്രം തന്നിട്ട് ഐഡൻറ്റിഫൈ ഇറ്റ്, അതിൻ്റെ പാർട്ടുകൾ ഏതൊക്കെ, വ്യത്യസ്ത തരം ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ ഏതൊക്കെയാണുള്ളത് എന്നാണ് ചോദിക്കാറ്. ഓക്കെ, ദെൻ 2 തരത്തിലുള്ള അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഏതൊക്കെയാണെന്ന് ചോദിക്കും. വി ഹാവ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. ഇതും ഒരുപക്ഷെ ചോദിച്ചേക്കാം. 2 തരത്തിലുള്ളത് ഏതൊക്കെയാണ്, ജസ്റ്റ് സിമ്പിൾ ആ കാര്യം ചോദിക്കുള്ളൂ. എന്നാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ചില ബാരിയേഴ്സ്, രോഗാണുക്കൾ നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് തടയാൻ ചില ബാരിയേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. അതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ബാരിയേഴ്സ്. അപ്പോൾ സ്കിന്ന് ഒരു ബാരിയറാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂക്കസ് കോട്ടിങ്, നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്തും വഴുവഴുപ്പുള്ള മ്യൂക്കസ് ഉണ്ട്, അതൊരു ബാരിയറാണ്. ഇത്തരത്തിലുള്ള 4 ബാരിയറുകൾ, ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ, 4 ബാരിയറുകൾ വിത്ത് ദെയർ എക്സാമ്പിൾസ് മസ്റ്റായിട്ട് പഠിക്കണം. 2 to 3 മാർക്കിന് എന്തായാലും ചോദ്യം വരും. ഈ ചാപ്റ്ററിലെ ഒരു യെല്ലോ ടോപ്പിക്കാണ്, അതായത് ഹോട്ട് ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. 2 തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി നമുക്കുണ്ട്, അതും നിങ്ങൾ എന്തായാലും പഠിക്കണം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൊളസ്ട്രം. കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അമ്മയിൽ നമുക്ക് ഇടുന്ന മഞ്ഞപ്പാൽ, ആ പാലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിലേതൊക്കെ ആൻറ്റിബോഡി ഉള്ളത്, ആ കാര്യം ചോദിക്കും. പിന്നെ അലർജി കേട്ടോ, അലർജിയുടെ മരുന്നുകൾ, ഏറ്റവും മിനിമം അലർജിയിലെ മരുന്നുകൾ, എന്തൊക്കെ മരുന്നാണ് നമ്മൾ കൊടുക്കുക. മെട്രോ സിറ്റീസിൽ, അതായത് വലിയ സിറ്റികളിൽ വളരുന്ന കുട്ടികൾക്ക് അലർജി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്താണ് എന്ന് ജസ്റ്റ് ചോദിക്കും, അതിൻ്റെ ഉദാഹരണവും ചോദിക്കും. ഇനി HIV ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം NCERT പറയുന്നുണ്ട്. പക്ഷേ നമ്മളോട് ചോദിക്കാറ് HIV പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താ ഓൾവേസ്
കോണ്ടം യൂസ് ചെയ്യുക, അറിയാത്ത ആളുകളുമായി സെക്സിൽ ഏർപ്പെടാതിരിക്കുക, ഡ്രഗ് അബ്യൂസ് ചെയ്യാതിരിക്കുക, ഡ്രഗ് അതായത് ഒരാൾ ഉപയോഗിച്ച നീഡിൽ ഉപയോഗിച്ച് നമ്മളെ കുത്താതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും 2-3 പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതാണ് സ്ഥിരം ചോദിക്കുക. തള്ളി ഒന്നും അറിയില്ലെങ്കിൽ തള്ളാനുള്ളതേ ഉള്ളൂ അല്ലേ HIV തടയാള മാർഗ്ഗങ്ങളൊക്കെ. HIV ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് കുട്ടികളെ എലൈസ, അതിൻ്റെ ഫുൾ ഫോം നമ്മളോട് ചോദിക്കും. അതുപോലെ HIV ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നാക്കോ എന്നതിൻ്റെ ഫുൾ ഫോമും നമ്മളോട് ചോദിക്കും. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടു ക്യാൻസർ. ക്യാൻസറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ NCERT ഉണ്ടെങ്കിലും സാധാരണ ചോദ്യം വരിക ബിനൈൻ ട്യൂമറും മാലിഗ്നൻറ്റ് ട്യൂമറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? 2 തരം ട്യൂമറുകളാണ് ബിനൈനും മാലിഗ്നൻറ്റും. അത് തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ എക്സ്റേ എടുക്കുക, CT സ്കാൻ എടുക്കുക, MRI സ്കാൻ എടുക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ബോൺ മാരോ ടെസ്റ്റ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. എന്തൊക്കെ ടെസ്റ്റുകളാണ് ഡിറ്റക്ട് ചെയ്യാൻ ചെയ്യേണ്ടത്? ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെ? സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ട്രീറ്റ്മെൻറ്റിനുള്ള മെത്തേഡ് എന്തൊക്കെ? പിന്നെ ക്യാൻസറിൻ്റെ കോസുകൾ, കാഴ്സിനോജൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ്റേ റേഡിയേഷൻസ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, അതുപോലെ ടൊബാക്കോ സ്മോക്ക്, ചില വൈറസുകൾ. അപ്പോൾ ആ കാരണങ്ങൾ നമ്മളോട് 2-3 കാരണങ്ങൾ ഒരു 2 മാർക്കായിട്ട് ചോദിക്കാം. ദെൻ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചൊരു പോർഷനാണ്. ഇവിടെ ഒരു ചേരുംപടി ചേർക്കാനുള്ള ചോദ്യം വരും. അതായത് നോക്കൂ, ഓരോ ഡ്രഗും കിട്ടുന്ന സോഴ്സ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൊക്കൈന് എറിത്രോക്സൈലം കൊക്ക എന്ന് പറഞ്ഞ ചെടിയിൽ നിന്നാണ് കിട്ടുക. കനാബിനോയിഡ്, കഞ്ചാവ്, കനാബിസ് സറ്റൈവ, കഞ്ചാവ് ചെടിയിൽ നിന്നാണ് കിട്ടുക. അതാണ് സോഴ്സ്. എഫക്റ്റ് ഓക്കെ, ഓരോന്നും വലിച്ചാൽ അല്ലെങ്കിൽ ഓരോന്നും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എഫക്റ്റ് എന്താ? ജസ്റ്റ് ഒരു എഫക്റ്റ് എങ്കിലും പഠിച്ചാൽ മതി. ആൻഡ് അതിൻ്റെ റിസപ്റ്റർ, ഓരോ മരുന്നിൻ്റെയും റിസപ്റ്റർ നമ്മുടെ ബോഡിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കഞ്ചാവിൻ്റെ റിസപ്റ്റർ തലച്ചോറിലുള്ളത് കനാബിസ് റിസപ്റ്റർ. ഓക്കെ, ദെൻ ഒപ്പിയോയിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഡ്രഗിൻ്റെ റിസപ്റ്റർ ഹെറോയിൻ എന്ന് പറയും. അതിൻ്റെ റിസപ്റ്റർ നമ്മുടെ സ്റ്റൊമക്കിലുണ്ട് ആൻഡ് ഓൾസോ ഇൻ യുവർ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ റിസപ്റ്റർ എവിടെയുള്ളതെന്ന് ചോദിക്കും. ദെൻ ഇൽ എഫക്റ്റ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുണ്ടാവുന്ന ദോഷഫലങ്ങൾ. ഇതല്ല, ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്ന കിക്കുകൾ, എന്ത് ഫലമാണ് മറ്റേ കിട്ടുക എന്നുള്ളത്. ദിസ് ഈസ് ദോഷഫലങ്ങൾ എന്തൊക്കെ അല്ലേ? നമ്മുടെ അക്കാദമിക്സിലൊക്കെ നമ്മൾ ബാക്കാവും, നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരും. ഇത്ര ഒരുപാട് പ്രശ്നങ്ങൾ NCERT പറയുന്നുണ്ട്. തള്ളാനുള്ളതേ ഉള്ളൂ അല്ലേ, തള്ളി മറിക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അതായത് ഒന്നും അറിയില്ലെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദ്യം വരുന്നത് പ്രിവെൻഷൻ തന്നെയാണ് കേട്ടോ. പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും? ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക അല്ലേ. ദെൻ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ വിഷമമൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കുക. അതിന് ആളുകൾക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് പ്രിവെൻഷൻ. ഇനി നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ വേഗം നമ്മുടെ ടീച്ചേഴ്സിനോടോ അവരുടെ പാരൻസിനോടോ ഒക്കെ ഇൻഫോം ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും അതിന് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസും. ദെൻ ഓഫ് കോഴ്സ് ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള പോർഷൻസും അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതും. ആൻഡ് നൗ നമ്മൾ ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ള പോർഷൻസ് ഓൾറെഡി നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള പോർഷൻസാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഇവൻറ്റ്സ് ഇൻ റീപ്രൊഡക്ഷൻ. നമ്മുടെ റീപ്രൊഡക്ഷനിലെ ഇവൻറ്റുകൾ എന്തൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. മെയിൽ ഒരു ഗാമിറ്റോജെനിസിസ്, ദെൻ ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, ഡെലിവറി, പാർച്ചുറേഷൻ, ലാക്ടേഷൻ, ആ ഒരു സ്റ്റെപ്പ്. ഓക്കെ, 2 മാർക്ക് ചോദ്യമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രം NCERT തന്നിട്ടുണ്ട്. ആ ഡയഗ്രം നിങ്ങളോട് അതിലെ ചില പോർഷൻ ഇപ്പോൾ NCERT ഐ തിങ്ക് ചാപ്റ്റർ തുടങ്ങി നെക്സ്റ്റ് പേജ്, ഫസ്റ്റ് പേജല്ല സെക്കൻഡ് പേജിൽ റൈറ്റിൽ 2 ഡയഗ്രം ഉണ്ട് മുകളിൽ. അതിൽ 2ാമത്തെ ഡയഗ്രം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ. അതിൽ ചില പോർഷൻസൊക്കെ അവർ വെട്ടി മാറ്റിയിട്ട് A, B എന്നൊക്കെ തന്നിട്ട് ഐഡൻറ്റിഫൈ ദിസ് പാർട്ട് എന്ന് പറയും. ഒരു 2 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കും. ലേഡിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ്രോജൻ ഉണ്ടാക്കുന്ന നമ്മുടെ സെല്ലുകളാണ് മെയിലുള്ള, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതേപോലെ ആ സ്ട്രക്ചർ NCERT തന്നിട്ടുണ്ട്. പാർട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. അതിൽ എസ്പെഷ്യലി യൂട്രസിൻ്റെ ഗർഭാശയത്തിൻ്റെ ലെയറുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും ചോദിക്കും. ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. 2 മാർക്ക് ചോദ്യം മസ്റ്റാണ്. യെല്ലോ പോർഷൻ ഹോട്ട് ടോപ്പിക്കാണ്. സ്പെർമാറ്റോജെനിസിസ് കംപ്ലീറ്റ്ലി ഹോട്ട് ടോപ്പിക്കാണ്. സ്പെർമാറ്റോജെനിസിസിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? സ്പേമിൻ്റെ സ്ട്രക്ചർ NCERT ഡയഗ്രം തന്നിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അതാണ് ഡയഗ്രം എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അടുത്തത് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന ട്യൂബിനകത്താണ് സ്പെർമാറ്റോജെനിസിസ് നടക്കുക. അപ്പോൾ അതിനകത്തുള്ള സെല്ലുകൾ ആരൊക്കെയാണെന്നും ആ സെല്ലുകളുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കും. സെമിനിഫറസ് ട്യൂബ്യൂളിനകത്ത് 2 തരം സെല്ലുള്ളത്, അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കും. ദെൻ ഊജനിസിസിലേക്ക് വന്നാൽ ഊജനിസിസിൻ്റെ സ്റ്റെപ്പ് പഠിച്ചാൽ വളരെ നല്ലതാണ്. സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ അല്ല. പക്ഷേ ഊജനിസിസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം പോളാർ ബോഡി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടല്ലോ ബോഡിയിൽ. ആ പോളാർ ബോഡിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് സ്ഥിരമായിട്ട് ചോദ്യം വരാറുണ്ട്. നോക്കൂ, ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജിലേക്ക് നമ്മൾ പോയാൽ 2 മാർക്ക് മുതൽ സംടൈംസ് 10 മാർക്ക് 2022 10 മാർക്കിന് ഇവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട്. സോ വി കാൺ സ്കിപ്പ് ഇറ്റ് അല്ലേ, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതൊന്ന് പഠിക്കുക കേട്ടോ. ദെൻ മെൻസ്ട്രൽ സൈക്കിൾ കംപ്ലീറ്റ് ഹോട്ട് ടോപ്പിക്കാണ് കേട്ടോ. മെൻസ്ട്രൽ സൈക്കിൾ 4 ഫേസുകളുണ്ട്. അതിൻ്റെ പേര് നെയിംസ് ഓൺലി, പേര് മാത്രം പഠിച്ചാൽ മതി. 4 ഫേസുകളുടെ പേര്. ഡയഗ്രം കമ്പൽസറിയാണ്, മസ്റ്റാണ് മക്കളെ. ഡയഗ്രം അതിലെ ഹോർമോണുകളുടെ അളവ് കാണിക്കുന്ന ഡയഗ്രം മസ്റ്റാണ്. കാരണം ഡയഗ്രം വരക്കാൻ പറയാം. ഒരു പകുതി തരും
എന്നാൽ ബാക്കി പകുതി നിങ്ങളോട് വരക്കാൻ പറയും. ഹോർമോണിൻ്റെ ലെവൽസ്, FSHൻ്റെ ലെവൽ, LHൻ്റെ ലെവൽ, ഈസ്ട്രോജൻ ലെവൽ, പ്രൊജസ്റ്റിറോൺ ലെവൽ, ഈ 4 ഹോർമോൺ ലെവൽ പഠിച്ചേ പറ്റത്തുള്ളൂ. പഠിക്കാതെ സ്കൂളിൻ്റെ അടുത്ത് പോലും പോകണ്ട. ഓക്കെ, ദെൻ റോൾ ഓഫ് FSH ആൻഡ് LH ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽ ഒരു സ്ഥിരം ടോപ്പിക്കാണ്. FSH ആൻഡ് LH ഈ 2 ഹോർമോൺ മെയിലും ഫീമെയിലും എന്ത് പണിയാണ് ചെയ്യുന്നത്? അടുത്താണ് കുട്ടികളെ ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, ഇംപ്ലാന്റേഷൻ. ഇതെല്ലാം ചോദിക്കും. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, എന്താണ്, ഈ 2 കാര്യങ്ങൾ ചോദിക്കും. എവിടെ വെച്ചിട്ടാണ്, എന്താണ്. അതുമായി ബന്ധപ്പെട്ട് മോറുലയുണ്ട്, ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഡയഗ്രാം തരും, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയും. അതിൻ്റെ ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ആ ഭാഗങ്ങളുടെ ഫംഗ്ഷൻ നിങ്ങളോട്, ഇപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിൽ ട്രോഫോബ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഒരു ഭാഗമാണ് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ. അതായത് അത് തന്ന അതിൻ്റെ ഭാഗങ്ങൾ ചോദിക്കും. ഫംഗ്ഷൻസ് ഓഫ് പ്ലാസൻ്റെ സ്ഥിരം ചോദ്യമാണ്. പ്ലാസൻ്റയുടെ ഫംഗ്ഷൻസ്, ഏതൊക്കെ ഹോർമോൺ ഉണ്ടാക്കുന്നു, വേറെ പണി എന്തൊക്കെയാണ് അയാൾക്കുള്ളത്. ഓക്കെ, ഇവൻറ്റ്സ് ഇൻ ജസ്റ്റേഷൻ, ജസ്റ്റേഷനിൽ ഓരോ മാസത്തിലും നടക്കുന്ന ഇവൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് മസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. അത് NCERT ഇങ്ങനെ കൃത്യമായി പറയുന്നുണ്ട്. മാസം ഇവൻറ്റ്, ഇന്ന മാസത്തിൽ എന്തുണ്ടാകുന്നു. ഇപ്പോൾ 5-ാം മാസം കുട്ടിയുടെ ആദ്യത്തെ അനക്കം ഉണ്ടാകുന്നു, 6-ാം മാസം ബോഡിയിൽ ഹെയർ ഉണ്ടാകാൻ തുടങ്ങുന്നു. സോ തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ പ്രഗ്നൻസിയിൽ മാത്രം ഫീമെയിലിൽ കാണുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്, റയർലി ഒരു ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ, അതുമായി ബന്ധപ്പെട്ട് സാധാരണ പാർച്ചുറേഷന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിക്കും. പ്രധാനപ്പെട്ട ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ദെൻ കൊളസ്ട്രോം, അമ്മയുടെ ആദ്യത്തെ മഞ്ഞപ്പാൽ, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അത് ഒന്നുകിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ ചോദിക്കും, അല്ലെങ്കിൽ ഇവിടെ ചോദിക്കും. ദെൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലേക്ക് വന്നാൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നൊരു പോർഷനാണ് ആ ഫസ്റ്റ് NCERT പറയുന്ന പ്രോഗ്രാംസ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതൊരു മസ്റ്റ് ടോപ്പിക്കാണ്. 2 പേരുകളെ പഠിക്കാനുള്ളൂ. ബട്ട് 2 to 3 മാർക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടും. ആംനിയോസെൻറ്റസിസ് എന്താണ്, എന്തുകൊണ്ട് ബാൻ ചെയ്തു, സ്ഥിരം ചോദിക്കും. IMR MMR ഫുൾ ഫോം അറിയാതെ പോലും മറന്നു പോകരുത്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് മൊത്തം പഠിക്കണം. യഥാർത്ഥത്തിൽ മൊത്തം പഠിക്കണം. പക്ഷേ പഠിക്കാൻ സമയമില്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് സർജിക്കൽ മെത്തേഡും IUDകളും ഫുള്ളായിട്ട് പഠിക്കുക. IUDകളുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒന്നും പഠിക്കേണ്ട, ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചാൽ മതി. സർജിക്കൽ മെത്തേഡ് മൊത്തം പഠിക്കണം. സർജിക്കൽ മെത്തേഡ് ആകെ എനിക്ക് തോന്നുന്നു ഒരു 4 വരി NCERTയിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. ബട്ട് IUDകൾ അത് 3 ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട 3 എക്സാമ്പിൾ മാത്രം, മെക്കാനിസം ഒന്നും പഠിക്കേണ്ട കേട്ടോ. നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ്, അതിൻ്റെ എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. ഇതിന് STD അല്ലെങ്കിൽ STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, അതിൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയുള്ള ആളുകൾ ആരൊക്കെ ചോദിക്കും. അതറിയണമെങ്കിൽ ക്യൂർ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ആരൊക്കെയെന്ന് അറിഞ്ഞാൽ മതി. H വെച്ച് തുടങ്ങുന്ന 3 ആളുകൾ, HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെർപ്പിസ്, 3 ആളുകളുണ്ട്. അവരെ ക്യൂർ ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ളവരൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളോട് ചോദിക്കും കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റാത്തവർ ആരൊക്കെ, അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ പേര് എന്ന് ഇതിൽ പറ്റുന്ന ആളുകൾ ആരൊക്കെ ചോദിക്കും. അപ്പോൾ പറ്റാത്ത 3 ആൾ അറിഞ്ഞാൽ മതി. H വെച്ച് തുടങ്ങുന്ന 3 ആളുകൾ ഏതൊക്കെ, HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെർപ്പിസ്, ജനൈറ്റൽ ഹെർപ്പിസ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 2-3 എക്സാമ്പിൾ എഴുതാൻ പറയും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. എന്താ, അറിയാത്ത ആളുകളുമായി സെക്സിൽ ഏർപ്പെടാതിരിക്കുക, ഓൾവേസ് യൂസ് കോണ്ടം, ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗോ ടു എ ഡോക്ടർ ആൻഡ് ട്രീറ്റ് അസ് ഏർലി ആസ് പോസിബിൾ. അത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പരിപാടികൾ. ഇനി MTP അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യമല്ല, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ബട്ട് റയർലി ഇത് സേഫ് ആയിട്ടുള്ള പീരീഡ് എപ്പോഴാണെന്ന് ചോദിക്കും. ആദ്യത്തെ 12 ആഴ്ചക്കുള്ളിലാണ് ഏറ്റവും സേഫ്, 3 മാസത്തിനകത്ത്. ഓക്കെ, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയും. പിന്നെ ART കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ARTയിലെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലെ ഓരോന്നും എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഫോമുകൾ ചോദിക്കും. ഓരോ പ്രശ്നത്തിലും ART കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. ART കംപ്ലീറ്റ് പഠിക്കണം. യു കാൺ സ്കിപ്പ് എനിത്തിങ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. എടാ വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും ലുക്ക് അറ്റ് ദ വെയിറ്റേജ് 6 മാർക്ക് വരെ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ ഫൈനൽ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും സാധാരണ കൂടുതൽ ചോദ്യം വരുന്നത് നോക്കൂ, ഇത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത് ആ ക്രോസ് വരക്കാൻ തന്നെ പഠിക്കണം കേട്ടോ. അതിന് ജീനോടൈപ്പിക് റേഷ്യോ, ഫീനോടൈപ്പിക് റേഷ്യോ ഒരു കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ ഡീവിയേഷൻ ഫ്രം മെൻ്റലിസം, മെൻ്റലിൻ്റെ കോൺസെപ്റ്റിൽ നിന്നുള്ള ഡീവിയേഷൻ എന്തൊക്കെയാണെന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെൻ്റലിൽ നിന്നുള്ള വ്യത്യാസങ്ങളാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പ്ലിയോട്രോപ്പി, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിലെല്ലാം ഒന്നും പഠിക്കണ്ട. ഇൻകംപ്ലീറ്റ് ഡോമിനൻസും അതേപോലെ തന്നെ കോഡോമിനൻസും മസ്റ്റായിട്ട് പഠിക്കണം. മസ്റ്റാണ്. അതിൽ തന്നെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഇപ്പോൾ അച്ഛൻ്റെ ഗ്രൂപ്പ് A, അമ്മ B, കുട്ടി ഏതാവാം, കുട്ടി O, അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും ഏതാകാം, കുട്ടി AB, അച്ഛനും അമ്മയും ഏതാവാം. ഇതൊരു മസ്റ്റ് ചോദ്യമാണ്. ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം വരുന്ന 2 പോർഷൻസാണ്. ഒന്ന് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്, 2 ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം ഇത് രണ്ടും, എവറിത്തിങ്.
ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പഠിക്കണമെന്ന് അറിയില്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട്. വി വിൽ ഗിവ് യു അഗൈൻ, ഇനിയും വീഡിയോസ് തരും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ ഓഫ് ക്രോമസോമൽ തിയറി. ക്രോമസോമൽ തിയറിയുടെ ഒരു വെരിഫിക്കേഷന് നടത്തിയ എക്സ്പെരിമെൻ്റ് ഉണ്ട്, തോമസ് ഹണ്ട് മോർഗാൻ. ആ എക്സ്പെരിമെൻ്റ് മൊത്തമൊന്നും പഠിച്ചില്ലെങ്കിലും സാധാരണ ചോദിക്കുന്ന കാര്യം, ഡ്രോസോഫില എന്ന് പറയുന്ന ജീവിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രോസോഫിലയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മളോട് ചോദിക്കും. ദെൻ ക്രോമസോം മാപ്പ് എന്താണ്, ആരാണ് ക്രോമസോം മാപ്പിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തന്നത്, അത് രണ്ടും ചോദിക്കും. ദെൻ സെക്സ് ഡിറ്റർമിനേഷൻ ഒരു മസ്റ്റ് സ്റ്റഡി ടോപ്പിക്കാണ്, ഒരു ഹോട്ട് ടോപ്പിക്കാണ്. അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മസ്റ്റായിട്ട് ചോദിക്കും. കംപ്ലീറ്റ് എക്സാമ്പിൾസ് പഠിക്കണം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പോൾ മനുഷ്യരുടെ കേസിൽ കുട്ടിയുടെ സെക്സ്, കുട്ടി ആണാവണോ പെണ്ണാണോ തീരുമാനിക്കുന്നത് അച്ഛനാണ്. സോ എന്തുകൊണ്ടാണത് പറയാനുള്ള കാരണം, അതിൻ്റെ ഉത്തരം എവിടെ ഉണ്ട്? ഇപ്പം നമ്മൾ ആണുങ്ങളാണ് കുട്ടിയുടെ സെക്സ് മെയിൽ ആവണോ ഫീമെയിൽ ആവണോ തീരുമാനിക്കുന്നത്, അല്ലാതെ ഫീമെയിൽസ് അല്ല. സോ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? അതിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട്, അത് ചോദിക്കും. 2 മാർക്ക് ഓർ 3 മാർക്ക്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് പോർഷൻ, ദാറ്റ് ഈസ് ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് പെഡിഗ്രി അനാലിസിസ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ എനിക്ക് പറയാനുള്ളത്, ക്രോമസോമൽ ഡിസോർഡേഴ്സ് 3 പഠിക്കാനുള്ളൂ. അത് 3 പഠിക്കുക, എല്ലാം ഒന്നും പഠിക്കണ്ട. ഓരോന്നിലെയും ജീനോടൈപ്പ് എന്താണെന്നുള്ളത് പഠിക്കുക, ഓരോന്നിലെയും ഒരു സിംറ്റം എങ്കിലും പഠിക്കുക, അത്രയേ ഉള്ളൂ. രോഗം, ജീനോടൈപ്പ്, ഒരു സിംറ്റം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടെർണർ സിൻഡ്രോം, ദറ്റ് ഈസ് 44A+X0, അതാണ് ജീനോടൈപ്പ്. ഓക്കെ, ദെൻ രോഗത്തിൻ്റെ പേര് ടെർണർ സിൻഡ്രോം. സിംറ്റം എന്താ? സ്റ്റെറൈൽ ഫീമെയിൽ, ഷോർട്ട് സ്റ്റെറൈൽ ഫീമെയിൽ, അത്ര മതി. ഓക്കെ, അപ്പോൾ ഫീനോടൈപ്പ്, അതാണ് സിംറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീനോടൈപ്പ്, നമ്മൾ പുറമേക്ക് കാണുന്ന എന്താണ്. അപ്പോൾ രോഗത്തിൻ്റെ ഫീനോടൈപ്പ്, ജീനോടൈപ്പ്, രോഗത്തിൻ്റെ പേര്, അത് പഠിച്ചാൽ മതി. ദെൻ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡർ ഉണ്ട്. അവിടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലെ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോണ്യൂറിയ, ഇത് 3 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഫീനൈൽ കീറ്റോണ്യൂറിയ ഭയങ്കര ഡീറ്റെയിൽ വേണ്ട കേട്ടോ, ജസ്റ്റ് ആ പേരും ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്നാണ് അത് അറിയപ്പെടുന്നത്, അത്ര പഠിച്ചാൽ മതി. പക്ഷേ ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. ഓക്കെ, ദെൻ പെഡിഗ്രി അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എവറിത്തിങ്, അതിനകത്ത് തന്ന NCERT എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം പഠിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പോർഷൻസ് ഫ്രം സുവോളജി. അപ്പോൾ ഇതിനകത്ത് ഞാൻ പോർഷൻസ് പറഞ്ഞിട്ടുണ്ട്, അതിനകത്തെ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്നിനും സമയമില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റഡി ഹോട്ട് ടോപ്പിക്സ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്. എല്ലാവർക്കും പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടട്ടെ. ലവ് യു ഓൾ, ബൈ.